ഹലോ, ഞാൻ വന്നിരിക്കുന്ന നല്ല കിഡിലെ റെസിപ്പി ആയിട്ടാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ബാവു ബൺ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ബൺ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ 3/4 ഗ്ലാസോളം ഇളം ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെക്കുക. 10 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഇട്ട മിക്സ്. ഇനി ഇതിലോട്ട് 2.5 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. വേണമെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തത്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി സോഫ്റ്റായി വരുന്നവരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതൊരു പാത്രത്തിൽ വെച്ച് ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് കുറച്ച്. അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം സോയാ സോസ് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു അരമണിക്കൂറിന് ശേഷം എടുത്തതാണിത്. അതിനുശേഷം നമുക്കിതൊന്ന് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ ഇതാ ഞാനിവിടെ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് ഒരു ഭാഗം ആയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഭാഗം ഒരേപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി ഈ ഓയിലിൽ തന്നെ നമ്മൾ ഒരു കാബേജ്, ഒരു ചെറിയൊരു കഷ്ണം കാബേജ്, ഒരു വലിയ ഉള്ളി, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലരിയുക അല്ലെങ്കിൽ കുറച്ച് വലുതാക്കിയൊക്കെ അരിയുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഓപ്ഷനിലാണ്. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേണമെങ്കിൽ ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വാടിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം കാബേജും ക്യാരറ്റും ഒക്കെ. അപ്പോൾ അധികം വാടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണിൻ്റെ നോക്കാം. അപ്പോൾ ഇതൊക്കെയും ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എയറൊക്കെ ഒന്ന് പോക്കാം. നല്ല സോഫ്റ്റ് ബണ്ണിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണ് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു വലിയൊരു ഉരുളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 തരത്തിലാണ് ഞാൻ ഈ ബണ്ണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ഉരുള എടുത്ത് ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെയുള്ളൊരു അടപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ അധികം പരത്തിയെടുക്കാനും പാടില്ല, എന്നാലും നല്ല കട്ടിക്ക് പാടില്ല. ഒരു കുറച്ച് കട്ടിക്ക്, ഈ ഒരു കട്ടിക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമ്മളെ ബണ്ണ് നന്നാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള 4 ബണ്ണാണ് തയ്യാറാക്കുന്നത്. ബാക്കി ബണ്ണ് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മടക്കിയെടുക്കണം. മടക്കിയെടുത്തിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അധികം പരത്തിയെടുക്കരുത്. കൈകൊണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ള 2 കൂടി ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാക്കിയുള്ള മാവ് ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒരു ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആ 4 ബാവു ബണ്ണിൻ്റെ പീസ് എടുത്ത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ഇതൊന്ന് ഇറക്കി വെച്ച് ഒരു 15 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം.
ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ബണ്ണും കൂടെ ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിൽ നിന്ന് ഉരുളകളെടുത്ത് ഇതേപോലെ ഒന്നാക്കി ഇതിൻ്റെ എയറൊക്കെ ഒന്ന് പൊക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളിലോട്ടായിട്ട് മസാല നിറച്ചിട്ടാണ് നമ്മളിത് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫില്ലിങ്ങിലോട്ട് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മയോണൈസിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ കുറച്ച് കച്ചപ്പും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഈ ഒരു മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മയോണൈസ് 2 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു മാവെടുത്ത് ഇതേപോലെ കൈകൊണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും നല്ലോണം പരത്തി വരും. ഇനി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങും വെച്ച് കുറച്ച് മയോണൈസും വെച്ച് ഇതേപോലെ എല്ലാ ഭാഗവും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കൈകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഇനി ഇതൊരു ബോൾ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കച്ചപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ അത് ഫില്ലിങ്ങിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇത് വെന്ത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവൻ ബണ്ണും അതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേഗം നമ്മളെ ബാവ ബണ്ണിൻ്റെ മാവും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഈ ആവിയിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ മറ്റേ ബണ്ണും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും 15 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ ഓരോ ബണ്ണും എടുത്ത് ഇതിൻ്റെ നടു ഇതേപോലെ ഒന്ന് നമുക്ക് ഓപ്പൺ ആക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആകും. നമ്മൾ ഓയിൽ ഒഴിച്ചത് കൊണ്ട് തന്നെ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും ഒട്ടിക്കെടുക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നിക്കേണ്ട സോസോ അല്ലെങ്കിൽ മയോണൈസോ ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫില്ലിങ്ങും കൂടെ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ചിക്കനും പീസോ അതല്ലെങ്കിൽ സോസുകളോ പിന്നെ ക്യാബേജ് വേണം ക്യാബേജ് വെക്കുക, അല്ലെങ്കിൽ ഉള്ളി കട്ട് ചെയ്തിട്ട് പച്ചക്ക് തന്നെ അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ടുള്ള ബാവ ബൺ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ബാക്കി 4 ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മറ്റേ ബന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നല്ല സോഫ്റ്റും അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബൺ റെസിപ്പി തന്നെയാണ്. അപ്പോൾ രണ്ടും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമാവുമെന്ന് അറിയില്ല. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബൺ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈസിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.